കഥയുടെ തുടക്കത്തിൽ തന്നെ ഫായ് എന്ന നമ്മുടെ കഥാനായകനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരുപാട് ഫൈറ്റേഴ്സ് ആണ് ഫായിനെ കൊല്ലാനായിട്ട് വരുന്നത്. ഫായ് ആളൊരു മാർഷ്യൽ ആർട്സ് എക്സ്പേർട്ട് ആണ്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ തനിച്ചാണ് ഫായ് ഇടിച്ച് പരാജയപ്പെടുത്തുന്നത്. എന്തായാലും ഇവിടെ എത്രയൊക്കെ ആൾക്കാരെ ഫായ് പരാജയപ്പെടുത്തിയാലും അതിന് കണക്കായിട്ട് ഒരുപാട് പേര് അവിടെ എത്തി ഫായിനെ ചുറ്റും നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ ഒരുപാട് വെട്ടേറ്റ ഫായ്ക്ക് ഇനി ഇത് എത്ര വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവസാനം ഒരു ഫൈറ്റർ ഫായിനെ ചവിട്ടി താഴെയിട്ടു. ഫായ് തന്റെ മരണം മുന്നിൽ കണ്ടു. അപ്പോൾ അവൻ അവന്റെ ചെറുപ്പകാലം ഓർത്തെടുക്കുകയാണ്. ഇദ്ദേഹമാണ് കായ്, നമ്മുടെ ഫായിന്റെ അച്ഛൻ. നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനമാണ്. കാരണം അദ്ദേഹം സൗജന്യമായിട്ട് അനാഥ കുട്ടികളെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാറുണ്ട്. അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി ഫായിന്റെ അച്ഛൻ ഒരുപാട് സഹായങ്ങളും ചെയ്യാറുണ്ട്. ഒരു ദിവസം വഴിയോരത്ത് വെച്ച് അസുഖം ബാധിച്ച് മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയെ ഫായും ഫായിന്റെ അച്ഛനും കണ്ടു. ആ കുട്ടിയെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി ചികിത്സ നൽകുകയാണ്. ആ കുട്ടിയുടെ പേര് ഫയറി എന്നാണ്. പിന്നീട് ഫായും ഫെയറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറി. അവര് രണ്ടുപേരും മാത്രമല്ല, രണ്ട് പെൺകുട്ടികളും അവരുടെ കൂടെയുണ്ട്, ഹുവയും ചുണ്ണും. അതിൽ ഫായും ചുണ്ണും ഇഷ്ടത്തിലാണ്. എന്നാൽ അവര് രണ്ടുപേരും അത് പരസ്യമാക്കിയിട്ടില്ല. അതേപോലെ ഫായിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫെയറിക്കും ചുൺ എന്ന പെൺകുട്ടിയെ രഹസ്യമായിട്ട് ഇഷ്ടമാണ്. അവൻ അറിയത്തില്ല അവന്റെ സുഹൃത്ത് ഫായും ചുണ്ണും ഇഷ്ടത്തിലാണ് എന്ന്. ഇനി ഈ നാട്ടില് പ്രധാനമായി രണ്ട് ശക്തരായിട്ടുള്ള ഗാങ്സ് ആണുള്ളത്. ഒന്നാമത്തത് ബ്ലാക്ക് ടൈഗർ ഗാങ്, രണ്ടാമത്തത് നോർത്ത് സീ ഗാങ്. രണ്ടു കൂട്ടരും വലിയ ശത്രുക്കളുമാണ്. ഒരിക്കൽ ബ്ലാക്ക് ടൈഗർ ഗാങ്ങിലെ മെമ്പേഴ്സ് ഹുവ എന്ന പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. ബ്ലാക്ക് ടൈഗർ ഗാങ് ഇതുപോലെ ചെറിയ പെൺകുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കാനായി പിടിച്ചു കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇതറിഞ്ഞ ഫായും ഫെയറിയും അവരുടെ സുഹൃത്തിനെ രക്ഷിക്കാനായി ഓടിയെത്തി. എന്നാൽ ഈ ചെറിയ കുട്ടികൾക്ക് ബ്ലാക്ക് ടൈഗർ ഗാങ് മെമ്പേഴ്സിന്റെ അടുത്ത് മുട്ടി നിൽക്കാനൊന്നും ആവത്തില്ല. അവർ ഹുവയെ രക്ഷിക്കാനായി ശ്രമിച്ചെങ്കിലും അത് പരാജയമാണ്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫായുടെ അച്ഛൻ ഹുവയെ പിടിച്ചു കൊണ്ടുപോയ ബ്ലാക്ക് ടൈഗർ ഗാങ് മെമ്പറിനെ കണ്ടുപിടിച്ചു. നീ അവളെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് അവന്റെ തലയിൽ കത്തിവെച്ച് കായ് ചോദിച്ചു. പ്ലീസ് എന്നെ കൊല്ലല്ലേ, അവളെ ഇനി നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ഞാൻ ഓൾറെഡി അവളെ വിറ്റു കഴിഞ്ഞു എന്ന് അവൻ മറുപടി നൽകി. സോ ഈ ബ്ലാക്ക് ടൈഗർ ഗാങ് ജനങ്ങളെ ഇതുപോലെ ഒരുപാട് രീതിയിൽ ദ്രോഹിക്കാറുണ്ട്. സോ ഫായിന്റെ അച്ഛനായ കായിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ടൈഗർ ഗാങ്ങിലെ മെമ്പേഴ്സ് അദ്ദേഹത്തിന്റെ മാർഷ്യൽ ആർട്സ് അക്കാദമി കത്തിക്കുകയാണ്. ആ സമയം ഒരുപാട് കുട്ടികളാണ് അക്കാദമിയുടെ അകത്തുണ്ടായത്. അപ്പോൾ ഫായിന്റെ അച്ഛൻ സ്വന്തം ജീവൻ പണയം വെച്ച് അകത്തുള്ള എല്ലാവരെയും രക്ഷിക്കുകയാണ്. ഫായ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഫയറിയെ അന്വേഷിക്കുമ്പോൾ അവനെ എവിടെയും കാണുന്നില്ല. അവനെ അന്വേഷിച്ച് ഫായ് അകത്തേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ മരക്കഷ്ണം ദേഹത്ത് വീണ് ഫയറി അവിടെ വീണ് കിടക്കുന്നത് കാണാം. നീ എന്നെ നോക്കേണ്ട, നീ പോ എന്ന് ഫയറി പറയുന്നുണ്ടെങ്കിലും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഫായ് തയ്യാറല്ല. സ്വന്തം ജീവൻ പണയം വെച്ച് ഫായ് ഫെയറിയെ രക്ഷപ്പെടുത്തി. ഫെയറിയെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് ഫായുടെ നടുപ്പുറത്ത് പൊള്ളലേറ്റിട്ടുമുണ്ട്. എന്തായാലും അവര് രണ്ടുപേരും അക്കാദമിയിൽ നിന്ന് പുറത്തിറങ്ങി. എല്ലാവരും രക്ഷപ്പെടുത്തിയതിനു ശേഷം ഫായുടെ അച്ഛൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആ കെട്ടിടം തകർന്നു വീഴുകയാണ്. അങ്ങനെ ഫായിന്റെ അച്ഛൻ മരണപ്പെട്ടു. ചെറിയ കുട്ടികളായ ഫായും ഫെയറിയും ഇത് ചെയ്ത ബ്ലാക്ക് ടൈഗർ ഗാങ് മെമ്പേഴ്സിനോട് പ്രതികാരം ചെയ്യാനായി തീരുമാനിച്ചു. പക്ഷെ ഇപ്പോൾ അവര് ചെറിയ കുട്ടികളാണ്. ഒരു സമയം വരും അന്ന് അവർ അവരുടെ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് ഫായും ഫെയറിയും ശപഥം ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഫായും ഫെയറിയും വളർന്നു. അവരുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം ബ്ലാക്ക് ടൈഗർ ഗാങ്ങിന്റെ ലീഡറിനോട് പ്രതികാരം ചെയ്യുക എന്നതാണ്. അതിനായി ഫായ് ബ്ലാക്ക് ടൈഗർ ഗാങ്ങിൽ തന്നെ ചേരാൻ തീരുമാനിച്ചു. വെറുതെ ചേരുക മാത്രമല്ല ഫായുടെ ഉദ്ദേശം. ഇദ്ദേഹമാണ് ബ്ലാക്ക് ടൈഗർ ഗാങ്ങിന്റെ ലീഡറായ മാസ്റ്റർ ലൂയി. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. 3 പേരെയും അദ്ദേഹം ദത്തെടുത്തതാണ്. അപ്പോൾ അദ്ദേഹം ദത്തെടുക്കണമെങ്കിൽ അവർ അത്രത്തോളം മികച്ചവരായിരിക്കണം. സോ ഇപ്പോൾ മാസ്റ്റർ ലൂയി 4ാമത് ഒരാളെ കൂടി ദത്തെടുക്കാനായി പോകുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ ലൂയിയുടെ 4ാമത്തെ ദത്തുപുത്രനാവാനാണ് ഫായുടെ ഉദ്ദേശം. അപ്പോൾ ഫായും കുറച്ച് മാർഷ്യൽ ആർട്സ് എക്സ്പേർട്ടുമാരും മാസ്റ്ററിന്റെ അടുത്ത് മാസ്റ്ററിനെ പരിചയപ്പെടാനായി എത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ മാസ്റ്ററിന്റെ ആൾക്കാർ ഒരുത്തനെ ക്രൂരമായി മർദ്ദിച്ചതായി കാണാം. അപ്പോൾ മർദ്ദനമേറ്റവൻ ആ ഗാങ് മെമ്പർ തന്നെയാണ്. എന്നാൽ അവൻ ബ്ലാക്ക് ടൈഗർ ഗാങ്ങിനെ ചതിച്ച് നോർത്ത് സീ ഗാങ്ങിന് രഹസ്യ വിവരങ്ങളൊക്കെ ചോർത്തിക്കൊടുത്തു. അത് മാസ്റ്റർ മനസ്സിലാക്കി. മാസ്റ്റർ ഒരു സ്റ്റീല് ചൂടാക്കിക്കൊണ്ട് അത് വെച്ച് അവന്റെ കഴുത്ത് അറുത്തു കൊല്ലുകയാണ്. അവനെ കൊന്നു കഴിഞ്ഞതിനു ശേഷം ആ സാധനം അഥവാ ആ സ്റ്റീല് നമ്മുടെ ഫായിന്റെ കൺമുന്നിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഫായ് ഭയന്നിട്ടില്ല. ഇത് കണ്ട മാസ്റ്റർ അത്ഭുതപ്പെട്ടു. എന്താണ് നിന്റെ പേര്, എന്തുകൊണ്ടാണ് നീ ഭയക്കാത്തത്? മാസ്റ്റർ, എന്റെ പേര് ഫായ് എന്നാണ്, എനിക്ക് ഭയം എന്താണ് എന്ന് പോലും അറിയത്തില്ല എന്ന് ഫായ് മറുപടി കൊടുത്തു. അപ്പോൾ തന്നെ മാസ്റ്റർ ഇംപ്രസ് ആയി. ശേഷം അവിടെ വന്നവരുടെ കയ്യിലൊക്കെ ഗ്ലാസ് നൽകി ആ ഗ്ലാസ്സിൽ തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ തന്നെ എല്ലാവരും പൊള്ളലേറ്റും ഗ്ലാസ് താഴെയിടും. എന്നാൽ ഫായ് മാത്രം തിളച്ച വെള്ളം ഒഴിച്ച് ഗ്ലാസ് പിടിച്ചിരിക്കുന്നത് കാണാം. മാസ്റ്റർ ആ വെള്ളം കുടിക്കാനായി പറഞ്ഞപ്പോൾ വളരെ നിസ്സാരമായിട്ട് ആ തിളച്ച വെള്ളം ഫായ് കുടിക്കുകയാണ്. എന്തായാലും മാസ്റ്റർ ലൂയി അവരോട് ഒരു കാര്യം പറയുകയാണ്. നിങ്ങളിൽ ഒരാൾക്ക് എന്റെ 4ാമത്തെ മകനാവാൻ അവസരമുണ്ട്. എന്നാൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നോർത്ത് സീ ഗാങ്ങിന്റെ മാസ്റ്ററിന്റെ തല എന്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്.
എന്നതാണ്. അങ്ങനെ ആരാണോ അവന്റെ തല എനിക്ക് കൊണ്ടുവരുന്നത് അവനായിരിക്കും എന്റെ 4ാമത്തെ പുത്രൻ. സോ നോർത്ത് സീ ഗാങ്ങിന്റെ മാസ്റ്ററിന്റെ തല കൊണ്ടുവരാനായി ഫായ് തീരുമാനിച്ചു. അത് ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഫായ്ക്ക് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇത് ചെയ്തേ മതിയാവും. സോ ഇദ്ദേഹമാണ് നോർത്ത് സീ ഗാങ്ങിന്റെ ലീഡർ. അപ്പോൾ ഇവിടെ ഫായും അദ്ദേഹം ഫൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് ഒരിക്കലും അത്ര നിസ്സാര കാര്യമല്ല. എന്നാൽ അവസാനം ഫായ് അങ്ങേരെ തല വെട്ടി കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ തല ഒരു തുണിയിലാക്കി ഇനി ഈ തലയുമായി അവിടുന്ന് പോകണം. അതൊരിക്കലും നിസ്സാര ടാസ്ക് അല്ല. അവിടത്തേക്ക് സകല നോർത്ത് സീ ഗാങ് മെമ്പേഴ്സും ഭ്രാന്ത് പിടിച്ചതുപോലെ ഫായിനെ കൊല്ലാനായിട്ട് എത്തുകയാണ്. അപ്പോൾ ഈ സീനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത്. സോ ഇതൊരു ഗംഭീര ഫൈറ്റ് സീനാണ്. ഒരുപാട് നോർത്ത് സീ ഗാങ് മെമ്പേഴ്സിനെ ഫായ് തനിച്ച് കൊന്നെങ്കിലും അവസാനം ചവിട്ടേറ്റ ഫായ് താഴെ വീണിട്ടുണ്ട്. എന്നാൽ താഴെ വീണെടുത്തുനിന്ന് പിന്നീട് എന്ത് സംഭവിച്ചു? ബ്ലാക്ക് ടൈഗർ ഗാങ്ങിലെ ഒരു അംഗമാണ് ബിഗ് ടൂത്ത് എന്ന ഈ പയ്യൻ. അവൻ അവിടെ എത്തി ഫായിനെ രക്ഷിക്കാനായി ഒരുപാട് പടക്കം പൊട്ടിക്കുകയാണ്. അങ്ങനെ നോർത്ത് സീ ഗാങ് മെമ്പേഴ്സിന്റെ ശ്രദ്ധ തിരിച്ച് അവൻ ഫായിനെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ബോധമില്ലാതെ ഫായ് കിടക്കുന്നത് മാസ്റ്റർ കണ്ടു. അവന്റെ കയ്യിലുള്ളത് നോർത്ത് സീ ഗാങ് ലീഡറിന്റെ തലയാണ്. ഇത് കണ്ട മാസ്റ്റർ ലൂയി ശരിക്കും ഇംപ്രസ്ഡ് ആയി. അദ്ദേഹം അപ്പോൾ തന്നെ അത് പ്രഖ്യാപിച്ചു. ഇവനാണ് എന്റെ 4ാമത്തെ പുത്രൻ. ഇവൻ ഒരു കാരണവശാലും മരിക്കാൻ പാടില്ല. ഏറ്റവും മികച്ച ചികിത്സ തന്നെ ഇവന് നൽകണം. അങ്ങനെ നാട്ടിലെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സ് വന്നിട്ടാണ് ഫായിനെ ഇവിടെ ചികിത്സിച്ചത്. ഫായ് ബിഗ് ടൂത്ത് എന്ന ഈ പയ്യനോട് നന്ദി പറയുന്നുണ്ട്. തക്ക സമയം അവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഫായ് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഫായ് വെട്ടിക്കൊണ്ടുവന്ന നോർത്ത് സീ ഗാങ്ങിന്റെ ലീഡറിന്റെ തല ബ്ലാക്ക് ടൈഗർ ഗാങ് തെരുവിൽ കെട്ടിത്തൂക്കുകയാണ്. ഇനി അവരായിരിക്കും നാട് ഭരിക്കുക എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി. നോർത്ത് സീ ഗാങ് ലീഡറിന്റെ മകനാണ് വൂ ലോങ്. അവന്റെ അച്ഛന്റെ തല തെരുവിൽ ബ്ലാക്ക് ടൈഗർ ഗാങ് തൂക്കിയിട്ടത് കണ്ടപ്പോൾ അവന് നല്ല ദേഷ്യവും സങ്കടവും വന്നു. അവൻ അവന്റെ കത്തി പുറത്തെടുത്ത് സ്വന്തം നെഞ്ചിൽ മുറിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇതിന് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്ന് ശപഥം ചെയ്തു. മാസ്റ്റർ ലൂയിയുടെ മകനായാലും നടുപ്പുറത്ത് ഒരു ടൈഗറിനെ ടാറ്റു ചെയ്യണം. അപ്പോൾ 4ാമത്തെ പുത്രനായ ഫായ് ടാറ്റു ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ടാറ്റു ചെയ്യുന്ന ഇദ്ദേഹം ഫായുടെ നടുപ്പുറത്തെ പാട് കണ്ടു. ഫെയറിയെ തീയിൽ നിന്ന് രക്ഷിക്കുമ്പോൾ പൊള്ളലേറ്റ പാടാണ് ഇത്. ആ പാട് കാണാൻ ഒരു ടൈഗറിന്റെ ഷേപ്പ് പോലെ തന്നെയുണ്ട് എന്നും ടാറ്റു ചെയ്യുന്നയാൾ ഫായിനോട് പറയുന്നുണ്ട്. സോ ഇവിടെ ഫായിന്റെ പുറത്ത് ടൈഗറിനെ ടാറ്റു ചെയ്തതായി കാണാം. ബ്ലാക്ക് ടൈഗർ ഗാങ്ങിന്റെ സകല ബിസിനസ് വരുമാനവും സൂക്ഷിച്ചു വെക്കുന്നത് ഒരു വോൾട്ടിലാണ്. ആ വോൾട്ടിന് 2 താക്കോലുണ്ട്. ഒരു സിൽവർ താക്കോലും ഒരു ഗോൾഡ് താക്കോലും. അപ്പോൾ ഈ താക്കോലുകൾ ഉള്ളത് മാസ്റ്ററിന്റെ മൂത്ത 2 മക്കളുടെ കൈവശമാണ്. അപ്പോൾ തന്ത്രപരമായി ആ താക്കോല് കൈക്കലാക്കണം. എന്നിട്ട് വോൾട്ട് എവിടെയാണ് എന്ന് കണ്ടെത്തണം. അതാണ് ഫായുടെ ഇനിയുള്ള ലക്ഷ്യം. ഈ നാട്ടിൽ മറ്റൊരു ഗാങ് കൂടിയുണ്ട്. അതാണ് ഓർഫൻ ഗാങ്. ആ ഗാങ്ങിന്റെ ലീഡറാണ് ഫായുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഫയറി. ഫായ് ബ്ലാക്ക് ടൈഗർ ഗാങ്ങിൽ കയറി കൂടിയത് ഈ ഓർഫൻ ഗാങ് ആഘോഷിക്കുന്നുണ്ട്. കാരണം അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടേ നിൽക്കുകയാണ്. ഫായ് മാസ്റ്ററിന്റെ 4ാമത്തെ പുത്രനായതിനു ശേഷം ദിവസവും ഫായ് ചെല്ലുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ സ്ത്രീയുണ്ട്. അവളുടെ പേര് സിയ എന്നാണ്. അവളോട് തന്റെ സകല കാര്യങ്ങളും ഫായ് ഷെയർ ചെയ്യാറുണ്ട്. എന്താണെന്ന് അറിയില്ല, അവളോട് ഒരു പ്രത്യേക അടുപ്പമാണ് ഫായ്ക്കുള്ളത്. ഇവിടെ 4ാമത്തെ പുത്രനായ ഫായിനെ അവർ ഗാങ്ങിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട്. അവിടെ മാസ്റ്ററിന്റെ മൂത്ത 3 മക്കളുമുണ്ട്. അവർക്കെന്നാൽ ഫായിനെ മാസ്റ്റർ ദത്തെടുത്തത് അത്ര പിടിച്ചിട്ടില്ല. കാരണം മാസ്റ്റർ ഇപ്പോൾ ആ 3 മക്കളെക്കാൾ കൂടുതൽ കാര്യമാക്കുന്നത് പുതിയ മകനായ ഫായിനെയാണ്. മാസ്റ്ററിന്റെ മൂത്ത മകന് ഫായിനെ അപമാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അതിന് തക്കതായ മറുപടിയും ഫായ് നൽകുന്നുണ്ട്. ഇവിടെ ഒരു ദിവസം ഫെയറി അനാഥ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. അവിടെയുള്ള ഈ സ്ത്രീയാണ് ഫായുടെ ചെറുപ്പത്തിലുള്ള കാമുകി ചുൺ. അവളെ ഫെയറിക്കും ഇഷ്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫെയറി തന്റെ ഇഷ്ടം ചുണ്ണിനോട് തുറന്നു പറയുകയാണ്. എന്നാൽ പുള്ളിക്കാരി അവന് മറുപടി ഒന്നും നൽകിയിട്ടില്ല. താൻ ഫായുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നും പുള്ളിക്കാരി ഫെയറിയോട് ഇവിടെ പറയുന്നില്ല. മാസ്റ്റർ ലൂയി ഒരു വൃത്തികെട്ട ബിസിനസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ചൈനയിൽ നിന്ന് 300 പേര് ആരും അറിയാതെ രഹസ്യമായിട്ട് വിദേശത്തേക്ക് അടിമകളാക്കാനായി കയറ്റി അയക്കുന്നുണ്ട്. അതിനായി 300 പേര് ഗാങ് മെമ്പേഴ്സും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോകുന്നത് കാണാം. ആ പാവങ്ങൾക്ക് അറിയത്തില്ല അവരെ അടിമകളാക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന്. ഈ ബിസിനസ് നടന്നാൽ മാസ്റ്റർ ലൂയി കോടികളാണ് സമ്പാദിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാസ്റ്റർ ലൂയിയുടെ ഈ ബിസിനസിനെ കുറിച്ച് ഫായ് അറിഞ്ഞിട്ടുണ്ട്. അവന് ഇത് എങ്ങനെങ്കിലും തടയണം. ആ 300 പേരെ കണ്ടെത്തി അവരെയൊക്കെ രക്ഷിക്കണം. അതിനായി ആദ്യം ഫായ് ചെയ്തത് മാസ്റ്ററിനോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചു നോക്കി. നമ്മുടെ സ്വന്തം ജനങ്ങളായ 300 പേരെ കടത്തുക എന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ ദ്രോഹമല്ലേ? അപ്പോൾ മാസ്റ്ററിന്റെ മറുപടി, പണം സമ്പാദിക്കണമെങ്കിൽ അതിന് മനസാക്ഷിയും കണ്ണിച്ചോരയും ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മുന്നിലുള്ള സാധ്യത എന്താണോ അത് പരമാവധി ഉപയോഗിക്കുക. നമ്മുടെ ഫായുടെ കാമുകിയായ ചുണ്ണിനും സിയ എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടായ ഈ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ല. കാരണം ഫായ് അവളുടെ കൂടെ സമയം ചിലവഴിക്കുന്നത് കൊണ്ട്. ഫായ് അതിലെ നടന്നു പോകുമ്പോൾ ദേഷ്യത്തിലെ ചുണ്ണ് ഫായിനെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോവുകയാണ്. ഫായ് ഫെയറിക്ക് ഗോൾഡ് കീ ആരുടെ കൈവശമാണുള്ളത് എന്ന സന്ദേശം അയച്ചു. അത് മാസ്റ്ററിന്റെ 3ാമത്തെ മകനായ ഓൾഡ് സ്നേക്ക് എന്ന ഇവന്റെ കൈവശമാണ്. അപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യുക എന്നതാണ് ഫെയറിയുടെ ഇന്നത്തെ ലക്ഷ്യം. എപ്പോഴും ഗാങ് മെമ്പേഴ്സ്
മെമ്പേഴ്സിന്റെ സുരക്ഷയിൽ നടക്കുന്ന ഓൾഡ് സ്നേക്കിനെ അറ്റാക്ക് ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. എന്നാൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വ്യക്തമായ പ്ലാൻ തന്നെ ഫെയറിയും ചുണ്ണും തയ്യാറാക്കിയിട്ടുണ്ട്. കുട്ടികൾ എല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഈ സമയം അതിലെ ഒരു കുട്ടി ഗോൾഡ് കീ മോഷ്ടിച്ചും ചുണ്ണിനെ എറിഞ്ഞുകൊടുത്തു. പുള്ളിക്കാരി ആ സ്ഥലം വിട്ടു. അപ്പോൾ അവര് ആ സ്ഥലത്തേക്ക് അവളെ ഫോളോ ചെയ്ത് എത്തി. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നോട് മുട്ടാൻ മാത്രം എന്ന് പറഞ്ഞ് ചുണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെയുള്ള ഓർഫൻ ഗാങ് മെമ്പേഴ്സ് തിളച്ച എണ്ണ അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയാണ്. അവിടെ ഫെയറി എത്തി. പിന്നീട് ഒരു ഗംഭീര ഫൈറ്റ് ആണ്. അവസാനം അവര് ഓൾഡ് സ്നേക്കിനെ കൊല്ലുകയും ചെയ്തു. അവന്റെ കയ്യിലുള്ള ഗോൾഡ് കീ അവര് മോഷ്ടിച്ചാൽ അത് മാസ്റ്റർ അറിയും. അവര് വോൾട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. അതുകൊണ്ട് അവര് ഡ്യൂപ്ലിക്കേറ്റ് കീ തയ്യാറാക്കാൻ വേണ്ടി ഗോൾഡ് കീയുടെ പ്രിന്റ് മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളുടെ ചെറിയ ഒരു ഹെൽപ്പ് വേണം. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന വെറും 10% ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഓൾഡ് സ്നേക്കിന്റെ മരണശേഷം ആ ഗോൾഡ് കീ മാസ്റ്റർ നൽകിയത് ബ്ലാക്ക് ക്രോ എന്ന് അറിയപ്പെടുന്ന മാസ്റ്ററിന്റെ രണ്ടാമത്തെ മകനാണ്. ആ താക്കോല് ആദ്യം അദ്ദേഹം നൽകാനായി പോയത് ഫായ്ക്കാണ്. എന്നാൽ ഫായ് അത് സ്വീകരിച്ചിട്ടില്ല. അവന് പറയാണ്, എന്നേക്കാൾ ഇത് നന്നായി സൂക്ഷിക്കാനാവുന്നത് ബ്ലാക്ക് ക്രോയിന് തന്നെയാണ്. അപ്പോൾ ഫായ് ഇങ്ങനെ പറയാൻ ഒരു പ്രധാന കാരണമുണ്ട്. വേറൊന്നുമല്ല, ആ വോൾട്ട് എവിടെയാണ് എന്ന് ഫായ്ക്ക് അറിയത്തില്ല. അത് ബ്ലാക്ക് ക്രോയിന് അറിയാം. സോ ഒരു ദിവസം ആ വോൾട്ട് എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടി ഫായ് ഒരു ട്രിക്ക് ഉപയോഗിച്ചു. ബ്ലാക്ക് ക്രോയിനെ അവന് തനിച്ച് കാണാൻ ചെന്നു. എന്നിട്ട് വലിയ ഒരു ബിസിനസ് ഐഡിയ അവനുമായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ അതിനായി കുറച്ച് സ്വർണം നമ്മുടെ കൈവശം വേണം. വോൾട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സ്വർണം എടുക്കാം. എന്നിട്ട് ആ സ്വർണം വെച്ച് നമ്മൾക്ക് ഈ ബിസിനസ് ചെയ്യാം. ബിസിനസ്സിൽ ലാഭം വരുമ്പോൾ ലാഭം കിട്ടിയ സ്വർണം മാത്രം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വോൾട്ടിലെ സ്വർണം നമ്മൾക്ക് തിരിച്ച് വോൾട്ടിൽ തന്നെ തിരിച്ചു വെക്കാം. എന്നിട്ട് ലാഭം കിട്ടിയ സ്വർണം നമ്മൾക്ക് രണ്ടുപേർക്കും വീതിച്ചെടുക്കാം. അപ്പോൾ ഫായ് പറഞ്ഞ ആ ബിസിനസ് ഐഡിയ കേട്ടപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് ബ്ലാക്ക് ക്രോയിന് തോന്നി. അങ്ങനെ അവന് ഫായിനെ കൂട്ടി വോൾട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ടൈഗർ ഗാങ്ങിന്റെ സകല സമ്പത്തും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വോൾട്ട്. അപ്പോൾ ഇവിടെ ആ രാത്രി ഫായ് ഫെയറുടെ അടുത്ത് ചെന്ന് ഞാൻ വോൾട്ട് എവിടെയാണ് എന്ന് കണ്ടെത്തി എന്ന് പറയുകയാണ്. ആ വോൾട്ടിലേക്ക് പോകാനുള്ള മാപ്പും ഫായ് ഫെയറിക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ ഫായ് സിയ എന്ന സ്ത്രീയോട് പണ്ടൊരിക്കൽ അവർക്ക് നഷ്ടമായ അവരുടെ ഹുവ എന്ന കൂട്ടുകാരിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കഥയൊക്കെ കേട്ടപ്പോൾ സിയക്ക് സങ്കടമായി. ഇന്ന് രാത്രിയാണ് അവര് ബ്ലാക്ക് ടൈഗർ ഗാങ്ങിന്റെ വോൾട്ട് കൊള്ളയടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ മാസ്റ്റർ ലൂയി ഫായിനോട് തനിച്ച് സംസാരിക്കുകയാണ്. അവര് സംസാരിക്കുന്ന സമയം ഫായ്ക്ക് എന്തോ അപകടം വരുന്നത് പോലെ തോന്നി. ആ അപകടം വേറെ ആരുമല്ല, ഫായ് കൊന്ന നോർത്ത് സീ ഗാങ് ലീഡറിന്റെ മകൻ അവിടെ മാസ്റ്ററിനെയും ഫായിനെയും കൊല്ലാനായിട്ട് എത്തിയിട്ടുണ്ട്. അവന് തനിച്ചല്ല എത്തിയത്, അവന്റെ കൂടെ അവന്റെ ഗാങ് മെമ്പേഴ്സും ഉണ്ട്. എന്ന് ഞാൻ നിങ്ങളെ രണ്ടുപേരും കൊന്നിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവരെ കൊല്ലാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫൈറ്റിൽ നമ്മുടെ ഫായ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്ന നോർത്ത് സീ ഗാങ് മെമ്പേഴ്സിനെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. അവസാനം ലീഡറിന്റെ മകൻ മാത്രമാണ് ബാക്കിയുള്ളത്. അവനെ കൊല്ലാൻ ഫായ്ക്ക് മനസ്സ് വന്നിട്ടില്ല. എന്നാൽ മാസ്റ്റർ ഫായുടെ വാളിൽ ചവിട്ടി അത് അവന്റെ വയറ്റിൽ കുത്തിക്കയറി. അങ്ങനെ നോർത്ത് സീ ഗാങ് ലീഡറിന്റെ മകനും മരണപ്പെട്ടു. ശത്രു ആരായാലും അവനെ കൊല്ലാൻ മടി കാണിക്കരുത് എന്നും മാസ്റ്റർ ഫായിനെ ഉപദേശിച്ചു. ഇവിടെ വോൾട്ടിൽ നമ്മുടെ ഓർഫൻ ഗാങ് എത്തിയിട്ടുണ്ട്. അവര് അവിടെയുള്ള സകല ഗാർഡ്സിനെയും കൊല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള സകല വിലപിടിപ്പുള്ള വസ്തുക്കളും ഓർഫൻ ഗാങ് കൊള്ളയടിച്ചു. എന്നിട്ട് ആ വോൾട്ട് മുഴുവനും കത്തിക്കുകയും ചെയ്തു. അപ്പോൾ ദൂരെ നിന്ന് അവിടെ തീ പിടിച്ചത് കണ്ട ഫായ്ക്ക് സന്തോഷമായി. അവന് മനസ്സിലായി അവരുടെ മിഷൻ സക്സസ് ആയി എന്ന്. ഓർഫൻ ഗാങ് വോൾട്ട് മുഴുവനും കൊള്ളയടിച്ചു എന്ന് മാസ്റ്റർ അറിഞ്ഞപ്പോൾ അദ്ദേഹം സകല ഗാങ് മെമ്പേഴ്സിനെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവനെ പിടികൂടനെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഫെയറിയെ പിടികൂടാൻ അത്രത്തോളം ഗാങ് മെമ്പേഴ്സ് ആണ് വരുന്നത്. എന്നാൽ അവരെയൊക്കെ ഫെയറി കൊന്നു കളയുന്നുമുണ്ട്. ഫായും ബ്ലാക്ക് റോയും അവനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അവർ ഒരു കെട്ടിടത്തിൽ അന്വേഷിക്കാനായി എത്തിയപ്പോൾ അവിടെ ചുണ്ണും ഓർഫൻ ഗാങ് മെമ്പേഴ്സും എത്തി. അപ്പോൾ ബ്ലാക്ക് റോയിന് മനസ്സിലായി ഫായ് അവരുടെ ആളാണ് എന്ന്. പണ്ട് ബ്ലാക്ക് ടൈഗർ ഗാങ് അവരോട് ചെയ്ത ദ്രോഹത്തിന് പ്രതികാരം ചെയ്യാൻ വന്നവനാണ് ഫായ് എന്നും ബ്ലാക്ക് റോയിന് മനസ്സിലായി. ബ്ലാക്ക് റോയും ഫായും ഏറ്റുമുട്ടി ഫായ് ബ്ലാക്ക് റോയിനെ കൊന്നു കളയുകയും ചെയ്തു. അതിനുശേഷം ഫായും ചുണ്ണും സംസാരിക്കുകയാണ്. അവള് ഫെയറിയുടെ കാര്യം ഫായോട് പറയുകയാണ്. ഫെയറിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് അവൻ എന്നോട് തുറന്നു പറഞ്ഞു. പക്ഷെ ഞാനും നീയും ഇഷ്ടത്തിലാണ് എന്ന് അവനോട് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. ഇത് അവന് എനിക്ക് സമ്മാനിച്ച വാളയാണ്. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവട്ടെ, എന്നിട്ട് തന്നെ അവനോട് എല്ലാ കാര്യങ്ങളും പറയാം. അവനെല്ലാം മനസ്സിലാവുമെന്ന് ഫായ് ചുണ്ണിനോട് പറഞ്ഞു. അതേപോലെ നീ ആ മറ്റവളുടെ അടുത്തേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും ചുണ്ണ് ഇവിടെ ഫായിനോട് പറയുന്നുണ്ട്. അതായത് സിയ എന്ന പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്ക്. അന്ന് രാത്രി ഫായ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ഗാങ് മെമ്പേഴ്സ് ഫെയറിയെ പിടികൂടിയിട്ടുണ്ട്. അവരവനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിയിട്ടിട്ടാണുള്ളത്. മാസ്റ്റർ ഫായിനോട് പറയാണ്, നമ്മുടെ ഗാങ്ങില് ചാരനായിട്ട് ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അവനാണ് ഇവന്മാർക്ക് വിവരങ്ങൾ എല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അവര്
അവനോട് എത്ര ചോദിച്ചിട്ടും അവൻ കമാന്നൊരു അക്ഷരം പറയുന്നില്ല. ഫായ്, നീ തന്നെ അവനോട് അത് ചോദിക്കുക എന്ന് മാസ്റ്റർ പറയുകയാണ്. എന്നിട്ട് മാസ്റ്ററും മറ്റു ഗാങ് മെമ്പേഴ്സും ഓർഫൻ ഗാങ് കൊള്ളയടിച്ച വസ്തുക്കൾ എന്താണ് ചെയ്തത് എന്ന് നോക്കാനായി ചെന്നു. അപ്പോൾ അവർ കാണുന്നത് ഓർഫൻ ഗാങ് സകല വിലപിടിപ്പുള്ള വസ്തുക്കളും ജനങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ്. ഇതൊക്കെ കണ്ട മാസ്റ്ററിന് നല്ല ദേഷ്യം വന്നു. ഇവിടെ ആരുമില്ലാത്ത സമയം ഫായ് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാനേ ശ്രമിക്കുകയാണ്. എന്നാൽ ഫെയറി അതിന് സമ്മതിക്കുന്നില്ല. നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ അവർക്ക് മനസ്സിലാവും നീ നമ്മുടെ ആളാണ് എന്ന്. അങ്ങനെ സംഭവിച്ചാൽ ഇനിയുള്ള നമ്മുടെ ലക്ഷ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ചാവാൻ തയ്യാറാണ് എന്ന് ഫെയറി പറയുകയാണ്. ഫായ് അതിന് സമ്മതിക്കുന്നില്ലെങ്കിലും ഫെയറി വാശി പിടിക്കുകയാണ്. എന്റെ ജീവനല്ല ഇവിടെ ഇപ്പോൾ വലുത്. ഓർമ്മയിലെ ചെറുപ്പത്തിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു വെച്ച നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച്, ആ ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ 300 പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതവും മാസ്റ്റർ ലൂയുടെ കയ്യിലാണ്. ആ 300 പേരുടെ ജീവൻ രക്ഷിക്കാൻ എന്റെ ജീവൻ പോകുന്നതിൽ എനിക്ക് ഒരു ഭയവുമില്ല. മാസ്റ്റർ ഇവിടെ തിരിച്ചെത്തി. ഇവൻ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ലേ? ഇവനുള്ള ശിക്ഷ ഫായ് നീ തന്നെ നൽകണമെന്ന് പറഞ്ഞ് മാസ്റ്റർ ഫായ്ക്ക് ഒരു കത്രിക നൽകുകയാണ്. എന്നിട്ട് ഫെയറിയുടെ നാക്ക് മുറിച്ചെടുക്കാനായിട്ട് മാസ്റ്റർ ഫായോട് പറയുകയാണ്. എന്നാൽ തന്റെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ നാക്ക് മുറിച്ചെടുക്കാൻ ഒരിക്കലും ഫായിനെ കൊണ്ട് സാധിക്കില്ല. ഈ സമയമാണ് മാസ്റ്ററിന്റെ മൂത്ത മകൻ അവിടെ എത്തിയത്. അവൻ ഫെയറിയുടെ കഴുത്തിൽ വാൾ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഫെയറി അപ്പോൾ സ്വയം ആ വാളിൽ കഴുത്ത് മുറിച്ചു മരണപ്പെടുകയാണ്. ഫെയറി മരിച്ചത് കണ്ട് ഫായ് സങ്കടത്തിൽ നിൽക്കുന്നത് കാണാം. ഫെയറിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ് ഫായ് പൊട്ടിക്കരയുമ്പോൾ ഫായ് നെസ്സിയെ സമാധാനിപ്പിക്കുകയാണ്. ഫായ് അവിടുന്ന് പോയതിനു ശേഷം ഫായിനെ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സിയ കൂടി ഫായിനെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പുള്ളിക്കാരി ഫായിനെ സഹായിക്കാനായിട്ട് പോവുക? ഇവിടെ മാസ്റ്ററുടെ മൂത്ത മകൻ, അവനെ കൊല്ലാനാണ് സിയയുടെ പ്ലാൻ. അവനെ കൊന്നാൽ ഫായ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അവന്റെ സ്ഥലത്തേക്ക് 2 സ്ത്രീകൾ മുഖം മറച്ച് എത്തിയതായി കാണാം. അതിൽ ഒരാൾ സിയയാണ്. പുള്ളിക്കാരിയെ പണ്ട് തൊട്ട് ഇവന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവനെ വശീകരിച്ച് പെട്ടെന്ന് കത്തി പുറത്തെടുത്ത് അവനെ കുത്തിക്കൊല്ലാനായിരുന്നു സിയയുടെ പ്ലാൻ. എന്നാൽ അവൻ അത് കണ്ടെത്തുകയും അവിടെയുള്ള വെള്ളത്തിൽ സിയനെ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇത് കണ്ട മറ്റേ സ്ത്രീ ഷോക്കായി പോയി. അവൻ പിന്നീട് അവളെ കൊല്ലാനായിട്ടാണ് പോകുന്നത്. എന്നാൽ അവള് പെട്ടെന്ന് അവളുടെ മാസ്ക് മാറ്റി. അപ്പോൾ ആ സ്ത്രീ ചുണ്ണാണ്. ചുണ്ണ് എന്നിട്ട് തന്റെ കത്തി പെട്ടെന്ന് പുറത്തെടുത്ത് അവന്റെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. എന്നിട്ട് ചുണ്ണ് സങ്കടത്തോടെ അവിടുന്ന് പോവുകയാണ്. ഈ സമയം പുള്ളിക്കാരി അവസാനമായി സിയയോട് സംസാരിച്ച കാര്യം ഓർത്ത് കരയുകയാണ്. സിയ എന്ന സ്ത്രീ വേറെ ആരുമല്ല, പണ്ട് അവരുടെ കൂടെ കളിച്ചു വളർന്ന ഹുവ എന്ന പെൺകുട്ടിയാണ്. അവൾ അവസാന സമയമാണ് അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ചുണ്ണിനോട് പറഞ്ഞത്. അപ്പോൾ ഈ സത്യം മനസ്സിലാക്കിയ ചുണ്ണ് സിയനോട് നീ ഇത് ചെയ്യരുത്, നിന്റെ ജീവൻ അപകടമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫായ്ക്ക് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തേ മതിയാവും എന്നായിരുന്നു സിയ ചുണ്ണിന് കൊടുത്ത മറുപടി. ചുണ്ണ് ഇവിടെ ഫായിനോട് നടന്ന കാര്യങ്ങൾ എല്ലാം തുറന്നു പറയുകയാണ്. അതേപോലെ സിയ നമ്മുടെ കളിക്കൂട്ടുകാരിയായ ഹുവ ആണ് എന്ന സത്യവും ചുണ്ണ് ഫായിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളുടെ മരണശേഷമാണ് ഫായ് ഈ സത്യമൊക്കെ അറിയുന്നത്. അപ്പോൾ അവനും സങ്കടമായി. മാസ്റ്റർ ലൂയി ആ 300 ആൾക്കാരെ എവിടെയാണ് ഒളിപ്പിച്ച് താമസിപ്പിച്ചതെന്ന് ഫായ് കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയാണ് അവന്റെ അവസാനത്തെ ലക്ഷ്യം, ആ 300 പേരെ രക്ഷിക്കുക. എന്നിട്ട് മാസ്റ്റർ ലൂയിനെയും അയാളുടെ ബ്ലാക്ക് ടൈഗർ ഗാങ്ങിനെയും എന്നേക്കുമായി അവസാനിപ്പിക്കുക. ഇവിടെ ഫായിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓർഫൻ ഗാങ് മുഴുവനും കൂടെയുണ്ട്. എന്തായാലും മാസ്റ്റർ ലൂയിക്ക് മനസ്സിലായി ഫായ് ഓർഫൻ ഗാങ്ങിലെ അംഗമാണ്. അവന്റെ ഉദ്ദേശം നമ്മുടെ ഗാങ്ങിനോട് പ്രതികാരം ചെയ്യുക എന്നതാണ്. അവന്റെ തല ആരാണോ വെട്ടിക്കൊണ്ടുവരുന്നത് അവരെ ഞാൻ എന്റെ മകനായി ദത്തെടുക്കുമെന്ന് ഗാങ് മെമ്പേഴ്സിനോട് മാസ്റ്റർ ലൂയി പറയുകയാണ്. അങ്ങനെ അത്രത്തോളം ആൾക്കാരാണ് ഫായിനെ കൊല്ലാനായിട്ട് വരുന്നത്. എന്നാൽ അവരെയൊക്കെ ഫായ് പരാജയപ്പെടുത്തുന്നുമുണ്ട്. ആൻഡ് ഫൈനലി ആ 300 ആൾക്കാരെയും ഫായ് രക്ഷപ്പെടുത്തി. അവരെയൊക്കെ ഫായ് മോചിപ്പിച്ചു. ഇപ്പോൾ അവരും ഓർഫൻ ഗാങ്ങിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് അവരെല്ലാവരും കൂടി ബ്ലാക്ക് ടൈഗർ ഗാങ്ങിനെ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. അവരുടെ വെയർഹൌസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവര് പ്രതിഷേധം നടത്തുകയാണ്. മാസ്റ്ററിനെ ഫായ് വെല്ലുവിളിച്ചു. അതായത് ഞങ്ങൾ 500-ലധികം പേരുണ്ട്. എന്നാൽ എന്റെ ഉദ്ദേശം ഇവിടെ ഒരു യുദ്ധം ആരംഭിക്കുക എന്നതല്ല, പകരം എനിക്ക് തന്നോട് ഒറ്റക്ക് നേരിടണം. അതിന് താൻ തയ്യാറാണോ? അപ്പോൾ മാസ്റ്റർ അവന്റെ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെ മാസ്റ്ററുമായി ഏറ്റുമുട്ടാനും ഫായ് ചെല്ലുകയാണ്. അതിനു മുന്നേ ഫായ് ചുണ്ണിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ച് മരിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ആരും എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ ഇറങ്ങരുത്. നിങ്ങൾ സന്തോഷത്തോടെ സുഖമായിട്ട് ജീവിക്കണം. അപ്പോൾ അത് കേട്ടപ്പോൾ ചുണ്ണിന് സങ്കടമായി. അപ്പോൾ ഇനിയാണ് കഥയുടെ ക്ലൈമാക്സ്. ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് മാസ്റ്ററുമായി ഏറ്റുമുട്ടാനായി ചെന്ന ഫായ് അവിടെയുള്ള സകല സാധനങ്ങളും തീ വെക്കുന്നുണ്ട്. ഈ കെട്ടിടം തന്നെ ഒട്ടാകെ കത്തിച്ച് നശിപ്പിക്കാനാണ് ഫായിന്റെ ഉദ്ദേശം. അപ്പോൾ ആ കെട്ടിടത്തിൽ തീ കത്തുന്ന സമയത്ത് അവര് രണ്ടുപേരും അതിന്റെ അകത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ രണ്ടുപേരും തുല്യ ശക്തരാണ് എന്ന് തന്നെ പറയാം. മാസ്റ്റർ ലൂയി ആള് പ്രായമുള്ളതാണെങ്കിൽ കൂടി അദ്ദേഹം ഹൈലി ട്രെയിൻഡ്, ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാർഷ്യൽ ആർട്സ് എക്സ്പേർട്ട് ആണ്. പക്ഷേ ഈ ഫൈറ്റിൽ അവസാനം എന്ത് സംഭവിച്ചു എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. മാസ്റ്ററിനെ ഫായ് മുകളിൽ വെച്ച് പരാജയപ്പെടുത്തി. താഴെ ആളി കത്തുന്ന തീ കാണാം. മാസ്റ്റർ തീയിലേക്ക് വീഴാനായപ്പോൾ മാസ്റ്ററിനെ ഫായ് പിടിക്കുകയാണ്.
തനിക്ക് നന്നായിട്ട് ജീവിക്കാൻ ഞാൻ ഒരു അവസരം തരാം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഫായ് തനിക്ക് വെച്ച് നീട്ടുന്ന ജീവിതം മാസ്റ്ററിന് വേണ്ട. മാസ്റ്റർ ഫായിന്റെ കൈ തട്ടി മാറ്റുകയും അദ്ദേഹം തീയിൽ വീണ് മരണപ്പെടുകയും ചെയ്തു. അതേപോലെ ഫായ് ആ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ലക്ഷ്യം പൂർത്തീകരിച്ചു. മാസ്റ്ററിനെ പരാജയപ്പെടുത്തി. അതേപോലെ ബ്ലാക്ക് ടൈഗർ എന്ന ഗാങ്ങും ഇവിടെ ഇല്ലാതെയായിട്ടുണ്ട്. കഥയുടെ അവസാനം ഫായ് തന്റെ അച്ഛനെ വർഷങ്ങൾക്ക് മുൻപ് കത്തിപ്പോയ അക്കാദമി വീണ്ടും ആരംഭിച്ചതായി കാണാം. അവിടെ വെച്ച് ഫായ് തന്റെ അച്ഛൻ എന്താണ് ചെയ്തത് അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് അനാഥ കുട്ടികൾക്ക് സൗജന്യമായി മാർഷ്യൽ ആർട്സ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് റൈസ് ഓഫ് ദി ലെജൻഡ് എന്ന കഥ അവസാനിക്കുന്നത്. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.